ക്രിസ്തുവേശുവിലേവർക്കും സ്നേഹവന്ദനം. മത്തായി സുവിശേഷം 24:44 അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിനെന്ന് എഴുതിയിരിക്കുന്നു. 24 അധ്യായത്തിൽ യേശു യെരുശലേം ദൈവാലയത്തിന്റെ നാശവും അന്ത്യകാല ലക്ഷണങ്ങളും പ്രവചിക്കുന്നു. ശിഷ്യന്മാരുടെ സംശയം നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്താണെന്നാണ്. യേശു പറഞ്ഞത്, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും കുറിച്ച് കേൾക്കും. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകുമെന്നാണ്. മനുഷ്യപുത്രന്റെ വരവ് പെട്ടെന്നാകുമെന്ന് യേശു പറയുന്നു. അതായത് യേശുവിന്റെ വരവ് ഏതു സമയത്തും സംഭവിക്കാം. കർത്താവ് ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായ കൊണ്ട് ഉണർന്നിരിക്കുമെന്നാണ്. വീട്ടുടയവന് ഒരു കള്ളന്റെ വരവ് ഏത് യാമത്തിലാണ് വരുന്നതെന്ന് അറിയാത്തതുപോലെയും, അങ്ങനെ അറിഞ്ഞിരുന്നുവെങ്കിൽ വീട്ടുടയവൻ ഉണർന്നിരുന്ന് തൻ്റെ വീട് കൊള്ളയടിക്കുവാൻ സമ്മതിക്കാത്തതുപോലെയും കണക്ക് കൂട്ടാത്ത പ്രതീക്ഷിക്കാത്ത സമയത്താണ് യേശുവിൻ്റെ വരവ്. ആയതിനാൽ നാം ഉണർന്നിരിക്കണം, അതായത് ഒരുക്കത്തോടെ ആയിരിക്കണം. ക്രിസ്തീയ ജീവിതത്തിൽ നിരന്തരമായ ജാഗ്രതയും വിശ്വസ്തതയും പുലർത്തേണ്ടതുണ്ട്. എല്ലാ പാപ സ്വഭാവങ്ങളും ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ തയ്യാറെടുക്കുക. കർത്താവ് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ ചുമതലകളും ഉത്തരവാദിത്വ ബോധത്തോടെ ചെയ്യുകയും നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കുകയും വേണം. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകുമെന്ന് യേശു പറയുന്നു. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ ജനം തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളയുവോളവും അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ, അതായത് യേശുവിൻ്റെ വരവും അതുപോലെയാകും. യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച വ്യക്തി വിശുദ്ധ ജീവിതം നയിക്കുക മാത്രമല്ല, ആത്മീയമായ ഉറക്കത്തിൽ വീണുപോകാതെ പ്രാർത്ഥനയിലും ദൈവവചനത്തിലും ജീവിക്കണം. വിശ്വസ്തയോടെ പ്രവർത്തിക്കുക, സുവിശേഷം എല്ലാവരെയും അറിയിക്കുക. പ്രത്യാശയോടെ കർത്താവിൻ്റെ വരവനായി നമുക്ക് കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് us all.